പീസ് മേക്കറിൻ്റെ സീസൺ 2 ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അതിന് ഫിനാലെ ഇറങ്ങിയത്. ഫിനാലെ ഒഴിച്ച് മാത്രം അത് മാത്രം മാറ്റി നിർത്താം. ഫിനാലെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനമൊക്കെ ഓക്കെയാണ്, പക്ഷേ അത് സ്പോയിലർ ആവും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. കാരണം ഇനി അടുത്തത് എന്താണ് വരാൻ പോകുന്നത്, അടുത്തൊരു പക്ഷേ അടുത്ത സീസണിലോ അല്ലെങ്കിൽ DCUയുടെ തന്നെ യൂണിവേഴ്സിൽ പറ്റിയ വലിയൊരു സംഭവമാണ് ഒരു അവസാനം കൊണ്ട് വെച്ചിട്ടുള്ള ഒരു ഈസ്റ്റർക്ക് പോലെ. പക്ഷേ അതൊഴിച്ച് ബാക്കിയെല്ലാം കിടിലൻ. അതായത് ഫിനാലെ എപ്പിസോഡ് ഒഴിച്ച് ബാക്കിയെല്ലാം വേറെ ലെവലായിട്ടായിരുന്നു. കാരണം അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് മറ്റേ ആ ഒരു മൾട്ടിവേഴ്സ് പോലുള്ള ഒരു മറ്റേ പാരലൽ വേൾഡ് പോലുള്ളൊരു സെറ്റപ്പാണ്. അത് ഗംഭീരമായിട്ടതിൽ വർക്കായിട്ടുണ്ട്. ഇതിലെ ആ ഒരു മോക്യുമെൻ്ററി ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു കോമഡി എലമെൻറ്റ്സ്, ഒരു ബ്ലാക്ക് ഹ്യൂമറൊക്കെ തന്നെ ഇതിൽ പ്രോപ്പറായിട്ട് വർക്കായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റും കൂടി ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് ഇത് വർക്കായിട്ടുണ്ട്. ഞാൻ ഈ ഒരു ജോൺ സീന എന്നൊരു ആക്ടറിനെ നമ്മൾ കണ്ടിട്ടുള്ളത് കുറേ പടങ്ങൾ നമ്മൾ കുറേ അലമ്പ് പടങ്ങൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു ക്യാരക്ടറായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അങ്ങേര് മൂപ്പരുടെ പരമാവധിയിൽ ഇട്ടിട്ടുണ്ട്. മൂപ്പർക്ക് പെർഫോം ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ട്. ജസ്റ്റ് ഒരു നോർമൽ സൂപ്പർ ഹീറോ ക്യാരക്ടർ അല്ലാതെ ആ ക്യാരക്ടറിന് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് കൺവേ ചെയ്യുമ്പോൾ മൂപ്പർക്ക് പല എപ്പിസോഡുകളിലും പറ്റിയിട്ടുണ്ട്. ഇതിൽ ഓരോ എപ്പിസോഡ് ഓരോ ടൈപ്പാണെന്ന് പറയാം. ഒന്ന് ഭയങ്കര പീക്ക് ലെവലിലേക്ക് പോയാൽ ചിലപ്പോൾ ഒന്നും അടുത്ത് ചിലപ്പോൾ താഴോട്ട് പോകും. അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് മോഡലായിരുന്നു. പക്ഷേ ഫിനാലെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വലിയൊരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വന്നില്ല. എങ്കിലും അതിൻ്റെ അവസാനം ഇവർ കൊണ്ട് നിർത്തിയിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഈ ഒരു ക്യാരക്ടറിന് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ആക്ച്വലി ആ സ്ഥലം ഈ ഒരു കോമിക്കലി അത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. DCയുടെ ആ ഒരു യൂണിവേഴ്സുകളിൽ തന്നെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇതൊരു വില്ലൻ ക്യാരക്ടറാണ്, നമ്മൾ മറക്കരുത്. പീസ് മേക്കർ എന്നുള്ളത് ഒരു ആൻറ്റി ഹീറോ മോഡിലുള്ളൊരു ക്യാരക്ടറാണ്. സോ നമ്മുടെ ഒരു സൂയിസൈഡ് സ്ക്വാഡിലേക്ക് ഉണ്ടായിരുന്നൊരു ക്യാരക്ടർ. സോ അങ്ങനെ ഒരു ക്യാരക്ടറിനെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടുള്ളത്. അതിന് അവിടെ വേറെയും കുറേ ക്യാരക്ടേഴ്സൊക്കെ വരാനുണ്ട്. സോ അങ്ങനെ അടുത്ത സീസൺ ഒരു പക്ഷേ ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള കുറേ വലിയ വലിയ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പരിപാടിയുണ്ട്. ആൻഡ് മേജർ സംഭവം ജെയിംസ് ഗൺ തന്നെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളൂ. ജെയിംസ് ഗൺ തന്നെയാണ് ഓൾറെഡി DCUവിനെ മറ്റേ പൊളിച്ചടുക്കി പുതിയതായിട്ട് വാർത്തപ്പാണ്. അപ്പോൾ ചങ്ങ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി ഇത് മറ്റേ യൂണിവേഴ്സിലായിരുന്നു. ഈ പീസ് മേക്കർ എന്ന ഈ ഒരു ക്യാരക്ടറും ഈ കഥകളും ഈ ബാക്കിയുള്ള സബ് ക്യാരക്ടേഴ്സൊക്കെ തന്നെ DCയുടെ മറ്റ് യൂണിവേഴ്സിലായിരുന്നു. പക്ഷേ മൂപ്പരിതിൽ കറക്റ്റായിട്ട് ഇതിലേക്ക് ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ സീനുണ്ട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടാൽ അറിയാം. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ, ഇപ്പോൾ DCയുടെ മറ്റേ സൂപ്പർമാനും വണ്ടർ വുമൺ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ടീമപ്പിനെ വെച്ച് അല്ലെങ്കിൽ ജസ്റ്റിസ് ലീഗിനെ മാറ്റിയിട്ട് മറ്റേതിലെന്താണ് ജസ്റ്റിസ് സൊസൈറ്റിയോ ജസ്റ്റിസ് ഗ്യാങ്ങോ അങ്ങനെ ഓൾറെഡി നമ്മൾ കണ്ടില്ല. സൂപ്പർമാനിൽ കണ്ടിട്ടുള്ള ആ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അവരെ ഇതിലേക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഈ ഒറ്റ എപ്പിസോഡ്. കാരണം വളരെ സിമ്പിളായിട്ട് മൂപ്പരാ ചങ്ങായി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അറിയും കൂടിയില്ല നമ്മൾ കണ്ടത് ഇതല്ലല്ലോ നമ്മൾ കണ്ടതെന്ന് ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും. ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറി, ഇതല്ലല്ലോ കണ്ടതെന്ന് ഒന്നും കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എടുത്തപ്പോഴാണ് ആ സാധനം കിട്ടിയത്. അതേപോലെ എത്ര സിമ്പിളായിട്ടാണെന്ന് അറിയിച്ചു ചങ്ങായി ഇങ്ങനെ ഒന്ന് ട്രിഗർ ചെയ്ത് ഒന്ന് ഉൾട്ടടിച്ച് വിട്ടത്. സോ പ്രോപ്പറായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മൂപ്പർക്ക് പറ്റിയിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ ഫുള്ളായിട്ട് കാണും. ഞാൻ വിചാരിച്ച ഈ സീസണോട് ഇവർ നിർത്തുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല. നല്ല ഗംഭീരമായിട്ട് ഒരു എലിവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ചില എപ്പിസോഡുകളൊക്കെ കിടു എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോയിട്ട് തൊട്ടടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ടോട്ടൽ സീസണിൽ ഷൈൻ ചെയ്തൊരു ക്യാരക്ടറാണ് ഈഗിളിനെ നമുക്കൊരു അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ക്യാരക്ടറിനോട് തോന്നും അതൊരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യും. പക്ക CGI സാധനമാണ്. പക്ഷെ അതിന് ഒരു മാസ് എലിവേഷൻ്റെ ഒരു സീനുണ്ട്. ദെൻ ഇവർ ഗ്യാങ്ങായിട്ട് വരുന്നൊരു സീനാണ്. അങ്ങനെ ഈഗിളിനെ വെച്ചിട്ടേ ഒരു സബ് സ്റ്റോറി ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനം. ആ ഒരു ഈഗിളിനെ പിടിക്കാൻ ഒരു റെഡ് ഇന്ത്യൻ പോലൊരു ക്യാരക്ടർ ഉണ്ട്. ഞാൻ ചങ്ങായി എനിക്ക് തോന്നുന്നു മറ്റേ മാർവലിലെ യോണ്ടോ. സോ അങ്ങനത്തെ എല്ലാം ഇപ്പം മെയിൻ സ്റ്റോറി എന്ന് പറയാൻ ഇതിലില്ല ആക്ച്വലി. സാധാരണ മറ്റേത് സീരീസുകൾ എടുത്താലും ഒരു മെയിൻ സ്റ്റോറി. പക്ഷേ ഇതിലെല്ലാം എല്ലാ ക്യാരക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. പീസ് മേക്കർ മാത്രമല്ല, പീസ് മേക്കറിൻ്റെ ഒരു സ്റ്റോറി ഇതിൽ കൂടെ മൂപ്പരുടെ ലവ് സ്റ്റോറിയാണ് കൂടുതലായിട്ട് ഇതിൽ കൂടെ പോണത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ബാക്കി വരുന്ന എല്ലാവരെയും പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് അവർക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ജൂഡോ മാസ്റ്റർ എന്നൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന് ഒരു ആർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ വളരെ മിനിമം ടൈമും ഉണ്ട്. നമുക്ക് കണ്ടുപരിച്ചുള്ള ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ഒരു വേറെ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാനും വേറെ അവരുടെ ആ ഒരു ക്യാരക്ടറിലെ ആർക്കിനെ തന്നെ ചേഞ്ച് വരുത്താനൊക്കെ ഈ ഒരു ഒറ്റ സീസൺ കൊണ്ട് പറ്റിയിട്ടുണ്ട്. സോ ഐ തിങ്ക് പീസ് മേക്കറിൻ്റെ ഈ സീസൺ ഒരു അടിപൊളി സീസൺ തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. കുറേ നല്ല അടിപൊളി മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഞാൻ കുറേ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വയലൻസും ദെൻ കുറേ ന്യൂഡിറ്റി ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സീസണിൻ്റെ തുടക്ക സമയത്ത് ഐ തിങ്ക് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പിസോഡിലൊക്കെ കുറേ ന്യൂഡിറ്റി ഒക്കെ ഉണ്ട്. സോ നിങ്ങളത് ഒരു 18+ എന്ന രീതിയിലും കൂടി കാണണം. TV-യിലൊക്കെ ഇട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ വിഷയമുണ്ട്.
മെയിൻ സംഭവങ്ങളിലൊന്ന്, ദിസ് തിങ് ഈസ് റിലീസ്ഡ് ഓൺ മറ്റേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഇത് ഐ തിങ്ക് ഒരു വർഷമായി എന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ഹൗസ് ഓഫ് ഡ്രാഗണൊക്കെ കാണുന്ന സമയത്ത് മറ്റേ HBO എല്ലാ സാധനം മറ്റേ ഇതിലായിരുന്നു, ജിയോ, മറ്റേ ജിയോൻ്റെ മൈ ജിയോ ആ സാധനത്തിലായിരുന്നു, ജിയോ സിനിമയോ. ഇതിലേക്ക് വന്നിട്ട് എമ്മാരി വെറുപ്പിക്കലാണെന്നറിയാം ഈ ചങ്ങായിമാർ. ആഡ് ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇമ്മാരി ആഡ്, ഞാൻ ചില സമയത്ത് 4 ആഡൊക്കെ വരും, 4 ആഡ് 5 ആഡ്, ഏത് ഒറ്റത് നോൺ സ്കിപ്പബിൾ ആയിട്ടുള്ള ഒരു 4 ആഡൊക്കെ വരും. വെറുപ്പിച്ചിങ്ങനെ ആകെ ഒരു 30 മിനിറ്റ് 40 മിനിറ്റൊക്കെ ഉള്ളൂ. അതിൽ ഇവന്മാർ തന്നെ ഇതിനെ നമ്മൾ ഈ TV ഇട്ട് കാണില്ലേ അതേപോലെ അവർക്ക് പിന്നെയും കുറച്ചൊക്കെ. ഈ ഓണത്തിനൊക്കെ ഒരു TV ഒരു പടം കാണാറില്ല നമ്മൾ പണ്ട്, 2 മണിക്കൂറിൻ്റെ പടം, ഇവന്മാർ 5 മണിക്കൂർ 6 മണിക്കൂർ. അതായത് ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് നമ്മളൊരു പടം തുടങ്ങിയാൽ വൈകുന്നേരത്തെ അത്താഴത്തിന് നമുക്ക് ആ പടം തീരും, അപ്പോഴേക്കും അടുത്ത പടം തുടങ്ങും എന്ന രീതിയിലായിരുന്നു പണ്ടൊക്കെ TV. ഇപ്പോഴും ഐ തിങ്ക് ഇതിപ്പോഴും അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഇതേപോലെ നമ്മൾ പൈസയും കൊടുത്ത് OTT സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അതിലിവന്മാർക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് മറ്റടുത്ത പരിപാടിയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ചെയ്യുന്നുണ്ട്, ആമസോൺ പ്രൈം ചെയ്യുന്നുണ്ട്, മറ്റേ വേറെ എന്തൊക്കെയുണ്ടോ സോണി ലീവ് ചെയ്യുന്നുണ്ട്. മാന്യനായി ഇതുവരെ ഇമ്മാരി വെറുപ്പിക്കാത്ത പരിപാടി ചെയ്യണത് നെറ്റ്ഫ്ലിക്സ് മാത്രമാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു നെറ്റ്ഫ്ലിക്സ്. ഇനി അതിലും വരുമോ അറിയില്ല. ഈ ഹോട്ട്സ്റ്റാർ ശരിക്കും വെറുത്തു. ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആപ്പ് ഉണ്ടായിട്ട് പോലും പല എപ്പിസോഡും വേറെ ഞാൻ പൈറേറ്റ് ചെയ്തിട്ടാണ് കണ്ടത്, നിവൃത്തികേട് കൊണ്ട്. പക്ഷേ വയ്യ, നമ്മളൊരു ഇൻട്രസ്റ്റോടെ നമ്മളിങ്ങനെ കണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ ഇവിടെ ഇൻ്റർവെൽ ഇടില്ല, അതേപോലെയാണ് ഇമ്മാരി ഈ സാധനം കാണുമ്പോൾ കിട്ടുക. ഒരു ഫ്ലോയിൽ നമ്മളങ്ങനെ ബിഞ്ച് ചെയ്തിട്ടോ അങ്ങനെ കണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ആഡ്. അത് കണ്ട ആഡ് തന്നെ പിന്നെ അതിൻ്റെ അടുത്ത ആഡ്, പിന്നെ അതിൻ്റെ അടുത്ത ആഡ്, ഇപ്പോൾ കഴിയുമെന്ന് നോക്കി. അതിൽ ഈ പണ്ട് യൂട്യൂബിൽ ഈ മഞ്ഞ നമ്മൾ ഈ ആഡ് കൊടുക്കുന്ന പരിപാടിയില്ല, സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ആഡ് വരും, പക്ഷെ അതിലൊരു മയമുണ്ട്. ഇത് ആ മയൊന്നുമില്ല, ഈ മഞ്ഞ കട്ടയാണ്. നമ്മളിപ്പോൾ എങ്ങാനും ഒരു സാധനം മിസ്സായിട്ടുണ്ട്, നമുക്കിത് റിവൈൻഡ് അടിച്ച് നോക്കണമെങ്കിൽ ഇത് മൊത്തം ബൈപ്പാസ് ചെയ്തിട്ട് പോകണം. ഒരുമാതിരി ഈ ടോൾ ബൂത്തിൽ ടോൾ കൊടുത്തിട്ട് പോകണ പോലെ. അത് പറയാമെന്നാൽ അതിനെപ്പറ്റി തന്നെ കുറേ പറയാനുണ്ട്. അത് വിടട്ടെ, സീസൺ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കാം. ഇമാരി ഇതിൽ തന്നെ വരാണ്ട് വേറെ ജിയോയുടെ തന്നെ ആപ്പ് പിന്നെ വന്നാൽ മതി എന്ന് തോന്നുന്നു. പീസ് മേക്കറിൻ്റെ സീസൺ 2 കണ്ടുവരണമെങ്കിൽ ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം. ഈ ഒരു ടോട്ടൽ സീസൺ എനിക്ക് ഈ ഒരു മൊത്തം ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ആർക്കും എല്ലാം ഇഷ്ടമായി. എല്ലാത്തിൻ്റെ ഡബിളും ട്രിപ്പിളൊക്കെ വന്ന് പോകുന്നുണ്ട്. പക്ഷേ ഫിനാലെ മാത്രം കുറച്ചൊന്നും നോക്കായിരുന്നു, അവർക്ക് കുറേ കൂടി നന്നാക്കായിരുന്നു. കുറേയും കൂടി ഒരു എന്തെങ്കിലും ഒരു വലിയ സംഭവം കൊണ്ട് വെച്ച് നിർത്തായിരുന്നു ഇവർ. പക്ഷേ അടുത്തേക്ക് എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്, പക്ഷേ കുറേ കൂടി ഒന്ന് ഹുക്കാക്കാൻ പറ്റുന്നൊരു ഫിനാലെ കൂടി പ്രതീക്ഷിച്ചു. പക്ഷേ അത് കിട്ടിയില്ല. എങ്കിലും സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സീസൺ. കംപ്ലീറ്റ്ലി നമുക്ക് കുറേ കിളി പുറത്തുന്ന കുറേ മാസ് സീനുകൾ, കുറേ നമുക്ക് ഇമോഷണൽ ആവുന്ന, അല്ലെങ്കിൽ കുറേ നമുക്ക് ഹൈ തരുന്ന, കുറേ കോമഡി എലമെൻറ്റ്സ് നിറച്ച എല്ലാം കൂടി ഫിൽഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ എൻ്റർടൈനറാണ് ജെയിംസ് ഗൺ. ഹാസ് ഡൺ ഇറ്റ് അഗൈൻ എന്ന് പറയാം. മൂപ്പര് ഇതേപോലെ മറ്റേ ഈ നമ്മുടെ ഇവരൊക്കെ വെച്ചിട്ട് ചെയ്യണം, ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിനൊക്കെ വെച്ച് ഇതുപോലത്തെ ഒരു സീരീസ് തന്നെ ചെയ്യണം എന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള ഈ സീസണെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.